അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഹൗ ടു ഫൈൻഡ് നമ്പർ ഓഫ് മോൾസ് ഫ്രം ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എന്നും ഹൗ ടു ഫൈൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഫ്രം മോൾസ് എന്ന് നമ്മൾ പഠിച്ചു. മോളിനെ മോളിക്യൂൾസ് തന്മാത്ര ആക്കാനും തന്മാത്രനെ തിരിച്ച് മോളാക്കാനും പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? നമ്പർ ഓഫ് മോൾസിനെ മാസ് ഇൻ ഗ്രാം ആക്കാനും അതുപോലെ മാസ് ഇൻ ഗ്രാമിനെ നമ്പർ ഓഫ് മോൾസ് ആക്കാനുമാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, the first question is how many moles of oxygen are there in 64 gram of oxygen? എന്താണ് question? How many moles of oxygen are there in 64 gram of oxygen? So here this is known as mass in gram. Mass in gram. ഇവിടെ നമുക്ക് ഓക്സിജൻ തന്നിരിക്കുകയാണ് 64 ഗ്രാം. അതിനകത്ത് എത്ര മോൾ ഓക്സിജൻ എന്ന് കണ്ടെത്തണം. നിങ്ങൾ ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡയാറ്റോമിക് മോളിക്യൂൾ. ഓക്സിജൻ ഇസ് എ ഡയാറ്റോമിക് മോളിക്യൂൾ. ദ്വയാറ്റോമിക് തന്മാത്രയാണ്. വെറുതെ ഓക്സിജൻ എന്ന് ക്വസ്റ്റ്യനിൽ തന്നാൽ തന്മാത്രയാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇനി ആറ്റമാണ് ചോദിക്കുന്നതെങ്കിൽ ഓക്സിജൻ ആറ്റം എന്നെന്താണ് സ്പെസിഫൈ ചെയ്ത് പറയും. മനസ്സിലായോ? അങ്ങനെ ഇവിടെ പറഞ്ഞിട്ടില്ല. ദാറ്റ് മീൻസ് ഓക്സിജൻ ഇസ് എ മോളിക്യൂൾ. മോളിക്യൂളാണ്. അപ്പൊ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ ആറ്റം ഉണ്ട്. ക്ലിയർ? ലിസ്റ്റ് വാട്ട് യു നോ. നിങ്ങൾക്ക് എന്തറിയാം? നിങ്ങൾക്കറിയാം ഓക്സിജന്റെ ഒരെണ്ണത്തിന്റെ മാസ് എത്രയാണ്? 16 ഗ്രാം. ഓക്സിജൻ ഹിയർ ഇസ് ഈക്വൽ ടു O2. ദാറ്റ് മീൻസ് 2 ഇൻറ്റു ഓക്സിജൻ. എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? ദർ ആർ 2 നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം. സോ ദ മാസ് ഇസ് 2 into 16 gram. That is equal to 32 gram. Okay, 32 gram is the mass of 1 mole of oxygen molecule. Okay, ഓക്സിജൻ തന്മാത്രയുടെ 1 മോളിന്റെ മാസ് ആണ് 32 ഗ്രാം. അപ്പോൾ 1 മോൾ കണ്ടോ? 1 മോൾ ഓക്സിജന്റെ മാസ് എങ്ങനെ കണ്ടുപിടിക്കും? മോളിക്കുലാർ മാസ് എങ്ങനെ കണ്ടുപിടിക്കും? 2 ഇൻറ്റു ഓക്സിജൻ. ഓക്സിജൻ 2 ഉണ്ട് അതിനകത്ത്. ഓക്കെ, ഓക്സിജന്റെ നമുക്കറിയാം 16. സോ 1 മോൾ ഓഫ് ഓക്സിജൻ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 16 32 ഗ്രാം. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ക്ലിയർ? നമ്മോട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് യു ഹാവ് 64 ഗ്രാം ഓഫ് ഓക്സിജൻ. എത്ര ഗ്രാം ഉണ്ട്? 64 ഗ്രാം ഓക്സിജൻ ആണ് തന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് ഗീവൺ. അത് നമ്മൾ എന്ത് ചെയ്യണം? അത് എഴുതുക. 64 ഗ്രാം ഓക്സിജൻ എടുത്ത് എഴുതുക. ഓക്കെ, ദെൻ ഇൻറ്റു ശേഷം ഒരു വരയിടുക. നമുക്ക് എന്തിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? മോളിലേക്ക്. കണ്ടോ? ഓക്സിജനെ ഗ്രാമിനെ നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? മോളിലേക്ക് കൺവേർട്ട് ചെയ്യണം. ക്ലിയർ? സോ ഗ്രാമിനെ എന്തിലേക്ക് മാറ്റണം? മോളിലേക്ക് മാറ്റണം. സോ എങ്ങോട്ടാണോ നമ്മൾ മാറ്റേണ്ടത് ആ യൂണിറ്റ് മുകളിൽ എഴുതുക. ദേ, മോൾ ഓഫ് ഓക്സിജൻ. ക്ലിയർ? ദെൻ ഗ്രാം ഓഫ് ഓക്സിജൻ. നിങ്ങൾ നോക്കൂ, 64 ഗ്രാമിലെ ഇത് ക്യാൻസൽ ചെയ്യണം. അപ്പൊ അത് താഴെ എഴുതാം. ക്ലിയർ? ഇനി നോക്കൂ, 1 മോൾ ഓഫ് ഓക്സിജൻ ഇസ് ഈക്വൽ ടു 32 ഗ്രാം. ഇതാ നമുക്ക് അറിയാവുന്നത്. 1 കൊടുക്കുന്നു. കണ്ടോ? 1 മോൾ ഓഫ് ഓക്സിജൻ എത്ര ഗ്രാം ആണ്? 32 ഗ്രാം. എന്താ ചെയ്തത്? ഒന്നുകൂടി പറയാം. 64 ഗ്രാം ഓക്സിജൻ നമുക്ക് തന്നിരിക്കുന്നത് ഇൻറ്റു നമ്മൾ ഈ ഗ്രാം ഓക്സിജൻ വെട്ടിപ്പോണമെങ്കിൽ അത് താഴെ എഴുതാം. ഗ്രാം ഓക്സിജൻ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? മോളിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ മോള് മുകളിൽ എഴുതാം. 1 മോൾ ഓഫ് ഓക്സിജൻ. 1 മോൾ ഓഫ് ഓക്സിജൻ എത്രയാണ്? 32 ഗ്രാം. അത് 32 താഴെ എഴുതണം. കേട്ടോ? 1 മോൾ ഓഫ് ഓക്സിജൻ എത്രയാണോ അത് താഴെ. അപ്പോൾ ഗ്രാം ഓക്സിജൻ ഗെറ്റ് ക്യാൻസൽ. എന്ത് കിട്ടി? 64 ഗ്രാം ഇൻറ്റു എന്താണ്? 1 മോൾ ഓഫ് ഓക്സിജൻ. ഓക്കെ, ക്ലിയർ? സോ 64 മോൾ ഓഫ് ഓക്സിജൻ. 64 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 64 മോൾ. 64 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ താഴെ ആര് കിടപ്പുണ്ട്? 32 അല്ലേ? 32. നിങ്ങൾ എന്ത് ചെയ്യുക? 64 32 എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്യുക. 2 മോൾ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ്. ഓക്കെ, അടുത്ത പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോവാം. ഹൗ മെനി മോൾസ് ഓഫ് ഓക്സിജൻ ആർ ദർ ഇൻ 64 ഗ്രാം ഓഫ് ഓക്സിജൻ ആറ്റംസ്? അപ്പോൾ എന്താണ് ഇവിടുത്തെ ശ്രദ്ധിക്കണം? ഓക്സിജൻ ആറ്റം ആണ്. ഓക്സിജൻ മോളിക്യൂൾ അല്ല, തന്മാത്രയല്ല, ആറ്റം. അപ്പോൾ വാട്ട് യു നോ? നമുക്ക് എന്തറിയാം? നമുക്കറിയാം ഓക്സിജൻ ആറ്റം ആണെങ്കിൽ അത്
16 gram, only 16 gram for oxygen atom. ഓക്കെ, ഇപ്പോൾ എടുത്ത് അറിയാവുന്ന എടുത്ത് എഴുതാം. എന്താ നമുക്കറിയാവുന്നത്? 1 mole of oxygen atom is equal to 60 gram. ഒരു മോളാണ് ഈ കിടക്കുന്നതൊക്കെ. ഓക്കെ, അപ്പോൾ ആറ്റം ആണെങ്കിൽ ഒരെണ്ണം എടുക്കുക, തന്മാത്രയാണെങ്കിൽ അത് എത്ര എണ്ണം ഉണ്ട് അത്രയും ഇവിടുന്ന് കൂട്ടിയെടുക്കുക. ഇത് നമുക്ക് അറിയാവുന്ന കാര്യം. ഇനി എന്ത് ചെയ്യണം? നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? വാട്ട് ഈസ് ഗിവൺ? വാട്ട് യു ഹാവ്? 64 gram of oxygen. ഓക്കെ, നിങ്ങൾ എന്തുണ്ട്? ഓക്സിജൻ ആറ്റംസ്. ഓക്കെ, ആറ്റംസ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം അതെടുത്ത് എഴുതാം. എന്ത്? ഈ തന്നിരിക്കുന്നത് എടുത്ത് എഴുതാം. ഓക്കെ, ഇനി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എനിക്ക് ഗ്രാം ഓക്സിജൻ ആറ്റം അങ്ങോട്ട് പോകണം, എന്നിട്ട് അവിടെ ഇൻറ്റു എന്ത് വരണം? മോൾ ഓക്സിജൻ ആറ്റം വരണം. മനസ്സിലായോ? അങ്ങനെ ഞാൻ 1 mole ഓക്സിജൻ ആറ്റം ഇവിടെ എഴുതുന്നു. അപ്പോൾ 1 mole എത്രയാണ്? 16 gram. ആ 16 gram നമ്മൾ എന്താണ് താഴെയും എഴുതുന്നു. അപ്പോൾ ഈ ഗ്രാമും വെട്ടിപ്പോകും. മനസ്സിലായോ? ഇങ്ങനെ നമ്മൾ ചെയ്യാൻ പോകും. എന്താണ് വരയിടുന്നു? മാറ്റേണ്ടത് മോൾ ഓഫ് ഓക്സിജൻ ആറ്റം. ഈ ഗ്രാം ഓക്സിജൻ ആറ്റം ഈസ് കൺവേർട്ടഡ് ഇൻ ടു മോൾ ഓഫ് ഓക്സിജൻ ആറ്റം. ഓക്കെ, അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? താഴെ ആര് വരണം? താഴെ ഈ യൂണിറ്റിൽ വരണം, അതായത് ഗ്രാമിൽ വരണം. ഗ്രാം ഓക്സിജൻ ആറ്റം താഴെ വരണം. ഇനി എത്രയൊക്കെയാണ് നോക്കൂ. എത്രയാണ്? 1 mole ഓക്സിജൻ ആറ്റം 1. ഇവിടെ എത്രയാണ്? 16 gram. 16 ഗ്രാം ഓക്സിജൻ ആറ്റവും ഗെറ്റ് ക്യാൻസൽ. കണ്ടോ? നോക്കൂ, 1 mole ഓഫ് ഓക്സിജൻ ആറ്റംസ് 16 gram. ഇതും ക്യാൻസൽ ചെയ്ത് പോയി, ഇതും ക്യാൻസൽ ചെയ്ത് പോയി. ക്ലിയർ? അപ്പോൾ ഇനി എന്ത് സംഭവിക്കും? ഇനി 64 × 1 mole ഓഫ് ഓക്സിജൻ ആറ്റംസ് ഡിവൈഡഡ് ബൈ 16. 64 mole ഓഫ് ഓക്സിജൻ ആറ്റം ഡിവൈഡഡ് ബൈ 16. ഇത് വെട്ടിഹരിക്കുക, 64 16. So the answer is 4 mole of oxygen atoms. Clear? Note the point. ഓക്സിജൻ മാത്രം തന്നിരുന്നാൽ ഓക്സിജൻ തന്മാത്ര എഴുതുക. ആറ്റം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആറ്റം എടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി മോൾസ് ഓഫ് ഹീലിയം ആർ ദെയർ ഇൻ 32 gram ഓഫ് ഹീലിയം? 32 gram ഹീലിയത്തിൽ എത്ര മോൾ ഹീലിയം ഉണ്ട്? സോ ലിസ്റ്റ് വാട്ട് യു നോ. നിങ്ങൾക്ക് എന്തറിയാം? ഹീലിയത്തിന്റെ അറ്റോമിക് മാസ് അറിയാം. എത്രയാണ് ഹീലിയത്തിന്റെ ഗ്രാം അറ്റോമിക് മാസ്? 4 gram. ഈ 4 gram it is equal to 1 mole. 1 mole of എന്താണ്? ഹീലിയം. ഹീലിയം ഒരു നോബിൾ ഗ്യാസ് ആണ്, ഉത്കൃഷ്ടവാതകമാണ്. അത് He2 അങ്ങനെ വരില്ല. ഓക്കെ, സോ നമുക്ക് എടുത്ത് എഴുതാം. 1 mole of helium is equal to 4 gram. 1 mole of helium is equal to 4 gram. ഇനി എന്താണ് ചോദ്യം? What do you have? 32 gram of helium. 32 gram. അപ്പോൾ എന്താണോ 32 gram നമുക്ക് കയ്യിലുള്ളത് അത് നമ്മളിവിടെ എടുത്ത് എഴുതുന്നു. ഓക്കെ, എന്താണ് 32 gram helium. So this is equal to 32. ഇനി നമുക്ക് എങ്ങനെ മാറ്റണം? മോൾസ്. അപ്പോൾ 1 mole of helium ഇവിടെ തന്നെ മുകളിൽ വരണം. ഓക്കെ, എന്ത് ക്യാൻസൽ ചെയ്ത് പോകണം? ഗ്രാം ക്യാൻസൽ ചെയ്ത് പോകണം. അപ്പോൾ ഗ്രാമുള്ള 4 gram ഇവിടെ താഴെ വരണം. അപ്പോൾ ഗ്രാം താഴെ വരണം. ഓക്കെ, 4 gram ഹീലിയം. കണ്ടോ, നമ്മൾ എന്താ ചെയ്തത്? നമുക്ക് ഈ ഗ്രാം ഹീലിയം ക്യാൻസൽ ചെയ്ത് പോകണം. അതിന് വേണ്ടിയിട്ട് ഗ്രാം ഹീലിയം ഇവിടെ കിടക്കുന്നത്, അപ്പോൾ അത് താഴെ എഴുതി. മോൾ ഓഫ് ഹീലിയത്തിലേക്ക് വരണം, അപ്പോൾ അത് നമ്മൾ മുകളിൽ എഴുതി. വരേണ്ടത് മുകളിൽ എഴുതാം. 1 mole of helium is equal to 4 gram എന്നുള്ളത് 1 mole of helium divided by 4 gram എന്നാക്കണം. ഓക്കെ, ഈ ഗ്രാമും ക്യാൻസൽ ഗുണിക്കുക. 32 mole of helium divided by 4ഉം 32ഉം കൂടി ക്യാൻസൽ ചെയ്തു. ആൻസർ ഈസ് 8 mole of helium. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി മോൾസ് ഓഫ് കാർബൺ ആർ ദെയർ ഇൻ 120 gram of carbon? 120 gram കാർബണിൽ എത്ര മോൾ കാർബൺ ഉണ്ട്? ഓക്കെ, ലിസ്റ്റ് വാട്ട് യു നോ. കാർബന്റെ അറ്റോമിക് മാസ്, ഗ്രാം അറ്റോമിക് മാസ് നമുക്കറിയാം 12. ദിസ് ഇസ് ഈക്വൽ ടു 1 mole. എന്താണ്? 1 mole. അപ്പോൾ നമുക്കറിയാവുന്ന റിലേഷൻ എന്താണ്? 1 mole കാർബൺ ഇസ് ഈക്വൽ ടു 12 gram. ഓക്കെ, നമ്മൾ ചോദിച്ചിരിക്കുന്നത് വാട്ട് യു ഹാവ്? 120 gram.
120 gram കാർബൺ. അതെടുത്ത് എഴുതാം. ഇൻറ്റു എന്ത് ചെയ്യണം? മോൾ ഓഫ് കാർബൺ. നമുക്ക് മോളിലേക്കാണ് മാറ്റേണ്ടത്. ഡിവൈഡഡ് ബൈ ഗ്രാം കാർബൺ. കാർബൺ നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകണം. മുകളിൽ 1 മോള് എത്രയാണ്? 12 ഗ്രാം. 1 മോള് നമ്മൾ മോളിൽ നിന്ന് എഴുതി 12 ഗ്രാം. 1 മോള് ഇവിടെ. ഓക്കെ, 12 ഗ്രാം എന്താണ് താഴെ. സോ ഗ്രാം കാർബൺ കിട്ടി ക്യാൻസൽ. അപ്പോൾ ബാക്കി 120 മോൾ ഓഫ് കാർബൺ എന്ത് ചെയ്തു? നമ്മൾ ഇതൊന്നും കൂടി ഗുണിച്ചു. ഓക്കെ, ഡിവൈഡഡ് ബൈ 12. വെട്ടിഹരിക്കുക. ആൻസർ ഈസ് 10 മോൾ ഓഫ് കാർബൺ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി മോൾസ് ഓഫ് സൾഫർ ആർ ദെയർ ഇൻ 160 ഗ്രാം ഓഫ് സൾഫർ? 160 ഗ്രാം സൾഫറിൽ എത്ര മോൾ ഉണ്ട്? ഓക്കെ, ലിസ്റ്റ് വാട്ട് യു നോ? സൾഫർ ഇവിടെ 32 ഗ്രാം. എത്രയാണ് സൾഫർ? 32 ഗ്രാം. സോ 1 മോൾ സൾഫർ ഇസ് ഈക്വൽ ടു 32 ഗ്രാം. ക്ലിയർ? 1 മോൾ സൾഫർ 32 ഗ്രാം. ഓക്കെ, ലിസ്റ്റ് വാട്ട് യു ഹാവ്? ചോദിച്ചേക്കുന്നത് എത്രയാണ്? 160 ഗ്രാം സൾഫർ. അപ്പോൾ അതെടുത്ത് എഴുതി. 160 ഗ്രാം സൾഫർ ഇൻറ്റു നമുക്ക് എന്തിലേക്ക് മാറ്റണം? മോളിലേക്ക് മാറ്റണം. അപ്പോൾ മോൾ എഴുതാം. അപ്പോൾ താഴെ എന്ത് വരണം? ഈ ഗ്രാം ക്യാൻസൽ ആയി പോകണം. അപ്പോൾ 32 ഗ്രാം താഴെ വരണം. ഗ്രാം സൾഫർ താഴെ വരണം. എത്ര മോൾ? 1 മോൾ 32 ഗ്രാം സൾഫർ. ഇനി വെട്ടിക്കളയാം. ഗ്രാം സൾഫർ ഗെറ്റ് ക്യാൻസൽ. ദ ആൻസർ ഈസ് 160 ഇൻറ്റു 1 മോൾ ഓഫ് സൾഫർ. 160 മോൾ ഓഫ് സൾഫർ ഡിവൈഡഡ് ബൈ 32. 160യും 32യും ക്യാൻസൽ ചെയ്ത് കളയാം. സോ ദ ആൻസർ ഈസ് 5 മോൾ ഓഫ് സൾഫർ. ഓക്കെ, ഹൗ ടു ഫൈൻഡ് മാസ് ഇൻ ഗ്രാം ഫ്രം നമ്പർ ഓഫ് മോൾസ്? നമ്മൾ ആദ്യം ചെയ്തത് എന്തായിരുന്നു? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചു. ഏതിൽ നിന്ന്? മാസ് ഇൻ ഗ്രാമിൽ. ഇനി തിരിച്ച് ചെയ്യാൻ പറ്റും. അതായത് മാസ് ഇൻ ഗ്രാം നമുക്ക് നൽകും. അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? നമ്പർ ഓഫ് മോൾസ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. വാട്ട് ഈസ് ദ മാസ് ഓഫ് 2 മോൾസ് ഓഫ് നൈട്രജൻ? 2 മോൾ നൈട്രജന്റെ മാസ് എത്രയാണ്? അതാണ് ചോദ്യം. നമ്മൾ നേരത്തെ പറഞ്ഞു വെറുതെ നൈട്രജൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മോളിക്യൂൾ N2. നൈട്രജൻ തന്മാത്രയാണ്. മനസ്സിലായോ? ഓക്കെ, വാട്ട് യു നോ? നിങ്ങൾക്ക് എന്താ അറിയാം? നൈട്രജൻ എത്രയാണ്? 14 ഗ്രാം. പറഞ്ഞു നൈട്രജൻ മോളിക്യൂൾ ആണ്. അപ്പോൾ N2 മീൻസ് 2 into N. 2 നൈട്രജൻ ആറ്റം. ദാറ്റ് ഈസ് 2 into what is N? 14 gram. That is equal to 28 gram. This is 1 mole. ഇതാണ് 1 mole of എന്താണ്? നൈട്രജൻ. ഓക്കെ, സോ 1 mole of nitrogen is equal to 28 gram. ഇനി what do you have? നമുക്ക് എന്താ തന്നിരിക്കുന്നത്? 2 moles of nitrogen. എടുത്ത് എഴുതാം. അത് നമ്മൾ ഇനി എന്ത് ചെയ്യണം? അത് ഇവിടെ എടുത്ത് എഴുതണം. 2 moles of nitrogen into നമുക്ക് എന്തിലേക്ക് മാറ്റണം? ഇവിടെ നമുക്ക് മോളിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ മുകളിൽ വരേണ്ടത് ആരാണ്? ഗ്രാം. മോള് വെട്ടിപ്പോണം. അപ്പോൾ മോൾ എവിടെ വരണം? താഴെ. മനസ്സിലായോ? സോ മോൾ ഓഫ് ഹൈഡ്രജൻ താഴെ, ഗ്രാം ഓഫ് നൈട്രജൻ മുകളിൽ. മോൾ ഓഫ് നൈട്രജൻ താഴെ, ഗ്രാം ഓഫ് നൈട്രജൻ മുകളിൽ. 1 mole is equal to 28 gram of nitrogen. മോൾ ഓഫ് നൈട്രജനും മോൾസ് ഓഫ് നൈട്രജനും എന്താണ്? ക്യാൻസൽ ചെയ്ത് പോയി. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇനി ഈ 2ഉം 28ഉം കൂടി എന്ത് ചെയ്യാൻ? ഗുണിക്കണം. ഓക്കെ, സോ 56 gram of nitrogen. ക്ലിയർ? ഡിവൈഡഡ് ബൈ 1. ചെയ്ത് എത്ര കിട്ടും? അത് തന്നെ ആൻസർ കിട്ടും അല്ലേ? 56 gram of nitrogen molecule. Clear? Nitrogen molecules. Next question. What is the mass of 2 moles of nitrogen atom? Same question ആണ്, പക്ഷേ ഇവിടെ molecule അല്ല, എന്താണ്? atom ആണ്. This is atom, not the point. Atom, not a molecule. Clear? Next, what do you know? You know that nitrogen is equal to 14 gram. So ഇവിടെ atom ആയതുകൊണ്ട് നമ്മൾ എന്തെടുക്കാൻ പാടുള്ളൂ? 1 മോൾ എന്ന് പറഞ്ഞാൽ എത്ര എടുക്കാൻ പാടുള്ളൂ? 14 ഗ്രാം. കാരണം അത് ആറ്റം ആണ്. സോ 1 മോൾ ഓഫ് നൈട്രജൻ ആറ്റം ഇസ് ഈക്വൽ ടു 14 ഗ്രാം. നമുക്ക് തന്നിരിക്കുന്നത് 2 മോൾസ് ഓഫ് നൈട്രജൻ ആറ്റം. അപ്പം അത് നമുക്ക് എടുത്ത് എഴുതാം. 2 മോൾസ് ഓഫ് നൈട്രജൻ ആറ്റം അതെടുത്ത് എഴുതുന്നു. ഇൻറ്റു മോളിനെ എങ്ങോട്ട് മാറ്റണം? ഗ്രാം ആക്കി മാറ്റണം അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാം മുകളിലെ, മോൾ എന്താണ്? താഴെ.
ഓക്കെ. സോ നമ്മൾ ഇങ്ങനെ എഴുതുന്നു, ഗ്രാം മുകളിൽ, ഗ്രാം ഓഫ് നൈട്രജൻ, മോൾസ് ഓഫ് നൈട്രജൻ ആറ്റം എന്താണ് താഴെ. ഇത് താഴെ എഴുതി, ഇതോ മുകളിൽ എഴുതി. ഓക്കെ, അപ്പോൾ ഇത് എന്താണ് വെട്ടിപ്പോവും. ഓക്കെ, 1 mole of nitrogen, 14 gram of nitrogen. Mole of nitrogen and moles of nitrogen get cancelled. So the answer is 2 into 14. 28 gram of nitrogen divided by 1 is equal to 28 gram of nitrogen atom. Okay. Example 3. What is the mass of 5 moles of hydrogen? List what you know. You know that hydrogen is 1 gram. But ശ്രദ്ധിക്കണം, 5 moles of hydrogen never ഉള്ളൂ. That means it is H2 തന്മാത്രയാണ്. So 2 into hydrogen, 2 hydrogen atoms are there in 1 molecule of H2. So this is equal to 2 into hydrogen എത്രയാണ് 1 gram. So this is equal to 2 gram. 1 mole of hydrogen 2 gram ആണ് in this case, because hydrogen is a molecule. Clear? So 1 mole of hydrogen is equal to 2 gram. What do you have? ചോദ്യം എന്താണ്? 5 moles of hydrogen. അത് നമ്മൾ എടുത്തെഴുതുന്നു ഇൻറ്റു. ഇനി നമ്മുടെ മുകളിൽ വരേണ്ടത് ആരാണ്? മോളിൽ നമുക്ക് എന്താണ് ചോദിച്ചാൽ മാസ് ആണ് വെച്ചാൽ, അപ്പോൾ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഗ്രാം മുകളിൽ വരും, മോൾ എന്താണ് താഴെ പോകും. കാരണം എന്നാലേ മോളും ക്യാൻസൽ ചെയ്ത് പോകുള്ളൂ. ക്ലിയർ? അപ്പോൾ നമ്മൾ മോൾസ് ഓഫ് ഹൈഡ്രജൻ താഴെ എഴുതി, കാരണം എന്നാലേ ഇത് ക്യാൻസൽ ചെയ്യുള്ളൂ. ഗ്രാം ഓഫ് ഹൈഡ്രജൻ മുകളിൽ എഴുതി. 1 mole of hydrogen is equal to 2 gram of എന്താണ് ഹൈഡ്രജൻ. Moles of hydrogen get cancelled. 5 into 2, 10 gram of hydrogen divided by 1 is equal to 10 gram of hydrogen. Molecule. Hydrogen ne parayullu molecule aanekil. Okay. Example 4. What is the mass of 8 moles of neon? This is example 4. What is the mass of 8 moles of neon? This what do you know? Neon is equal to 10 gram. Neon എത്രയാണ് 10 gram. It's approximately 10 gram, but actually നമ്മൾ periodic table നോക്കണം. 1 mole of neon is equal to only 10 gram because neon is a noble gas, ഒരു ഉത്കൃഷ്ടവാതകമാണ്. അതുകൊണ്ട് Ne2 it is not possible. അങ്ങനെ ഉണ്ടാവില്ല. Okay. So 1 mole of neon is equal to 10 gram, but you have 8 moles. 8 moles of neon ചോദിച്ചാണ്. അപ്പോൾ അതെടുത്ത് എഴുതുക, 8 moles of neon into എന്താണ് മോളിനെ എങ്ങനെ എന്താണ് ഗ്രാമിലേക്ക് നമ്മൾ ഗ്രാം 10 gram അത് മുകളിൽ വരണം. മോൾസ് ഓഫ് നിയോൺ താഴെ എഴുതണം. 1 mole of neon is equal to 10 gram of neon. Moles of neon get cancelled. 8 into 10, 18 gram of neon divided by 1. 8 and 1 get cancelled. It's equal to 18 gram of neon. Clear? Next question. What is the mass of 12 moles of sodium? This is example 5. What is the mass of 12 moles of sodium? Again, list what do you know? Sodium എത്രയാണ് 23 gram. So 1 mole of sodium is equal to 23 gram. What do you have? ചോദ്യം എന്താണ്? 12 moles of sodium എടുത്ത് എഴുതാം. 12 moles of sodium into നമുക്ക് അതിനെ എന്തിലേക്ക് മാറ്റണം? ഗ്രാമിലേക്ക് മാറ്റണം. മോൾ ഇപ്പോൾ ക്യാൻസൽ ചെയ്തുകൊണ്ട് മോൾ താഴെ എഴുതാം. മോൾസ് ഓഫ് സോഡിയം into gram of sodium. 1 mole of sodium is equal to 23 gram of sodium. Moles of sodium and moles of sodium get cancelled. Okay. 12 into 23 നമ്മൾ ചെയ്യുമ്പോൾ 276 gram of sodium divided by 1 get cancelled. So the answer is 276 gram of sodium. 276 gram sodium. Next question, example 6. What is the mass of 7 moles of sulfur? List what do you know? Sulfur എത്രയാണ് 32 gram അല്ലേ? So 1 mole of sulfur is equal to 32 gram. What do you have? എന്താണ് ചോദിച്ചത്? 7 moles of sulfur. 7 moles of sulfur എടുത്ത് എഴുതുക, അതിവിടെ എടുത്ത് എഴുതുക. Then നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? മോൾസ് ക്യാൻസൽ ചെയ്യണം. അപ്പോൾ അത് താഴെ വരും. എന്നിട്ട് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഗ്രാം എന്താണ് മുകളിൽ എഴുതണം. അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ മോൾസ് ഓഫ് സൾഫർ, ഗ്രാം ഓഫ് സൾഫർ. ഇനി എത്ര മോള്? 1 mole. എത്രയാണ്? 32 gram. Moles of sulfur get cancelled. So 7 into 32, 224 gram of sulfur divided by 1. Then 224 1 cancel 224 gram of sulfur. 224 gram of sulfur. മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? മോളിനെ ഗ്രാമിലേക്ക് മാറ്റാനും ഗ്രാമിനെ മോളിലേക്ക് മാറ്റാനും പഠിച്ചു. ഇതിനു മുന്നേ നമ്മൾ വീഡിയോയിൽ മോളിനെ
മോളിക്യൂൾസ് ആക്കാനും മോളിക്യൂൾസിനെ അല്ലെങ്കിൽ ആറ്റത്തിനെ മോളാക്കാനും പഠിച്ചു. ഇനി വരാൻ പോകുന്ന വീഡിയോയിൽ നമ്മൾ ഹൗ ടു കൺവേർട്ട് മോൾസ് ടു ലിറ്ററിലേക്ക് അങ്ങനെ ആക്കാം. അതുപോലെ തന്നെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസിന്റെ മോളുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഇതൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു. Please subscribe to our YouTube channel for new updated videos. Thank you once again.